ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസും പുതിയ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം തിരക്കുണ്ടായിരുന്ന ദിവസമാണ്. 2 കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2 ടയർ കേക്കിൻ്റെ ആ ഒരു കേക്കാണ് നമ്മൾ ഐസിങ് ചെയ്തതായിട്ട് ഫസ്റ്റ് കാണിച്ച്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ടുള്ള സ്റ്റുഡൻസിന് അതിൻ്റെ ക്ലാസ്സിൻ്റെ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളെ കേക്ക് ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുത്തത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ. കൂടുതൽ വീഡിയോസ് ഇതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെവി ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഐസിങ് സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് പല ടൈമിലും നമ്മുടെ കേക്കിൻ്റെ ക്രംസ് വല്ലാണ്ട് പുറത്തോട്ടേക്ക് വരുന്നതെന്ന്. അപ്പോൾ ഈ പുറത്തോട്ടേക്ക് വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ കറക്റ്റ് ക്രീമൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ സ്ക്രീപ്പ് ചെയ്യുന്ന സമയത്ത് ചില ഭാഗത്ത് ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോഴേ ആ ക്രീമിന് വല്ലാണ്ട് അങ്ങ് പാലറ്റ് നൈഫിലോട്ടേക്ക് വരും, അല്ലെങ്കിൽ സ്ക്രീപ്പറിലോട്ടേക്ക് വരും. അപ്പം നമ്മളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, പിന്നെ നമ്മളെ വിട്ട് പോകാനുള്ള മടി കൊണ്ടും ആയിരിക്കും ക്രീം ഇങ്ങനെ പാലറ്റ് നൈഫിലോ സ്ക്രീപ്പറിലോ തിരിച്ച് പോരുന്നത്. അപ്പോൾ ക്രീമിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ വിഷമിപ്പിച്ചിട്ട് കൊടുത്ത് വിടരുതല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നല്ല കറക്റ്റായിട്ട് ലെവലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളോടുള്ള ആ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ആ ക്രീമിന് അങ്ങ് പോയിക്കോളും. അതായത് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ക്രീം കൊടുക്കുന്ന സമയത്തെ നമ്മൾ കുറേ ക്രീം ചില സ്ഥലത്ത് കൂടുതൽ ചില സ്ഥലത്ത് കുറവ് അങ്ങനെ വരും. അപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞാണ് പാലറ്റ് നൈഫ് വെച്ച് ചെയ്യാൻ നിൽക്കേണ്ട, അത് നിങ്ങൾക്ക് റിസ്ക് ഉള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മളെ സ്റ്റുഡൻസിനോടായിക്കോട്ടെ, ക്ലാസ്സിലുള്ള എല്ലാവരോടായിക്കോട്ടെ, നമ്മൾ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനോടായിക്കോട്ടെ, നമ്മൾ കുട്ടി സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ട് കേട്ടോ, വായൊക്കെ ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ ആ ക്രീം കറക്റ്റ് ഒരേ ലെവലിൽ ക്രീം കൊടുക്കുക. ചില സമയത്ത് നമ്മുടെ സ്പഞ്ച് പുറത്തോട്ടേക്ക് നമ്മളെന്നിങ്ങനെ എത്തി നോക്കും. എന്തിനാ ഇങ്ങനെ എത്തി നോക്കുന്നത്, എന്നെ ഒന്ന് കട്ട് ചെയ്യെന്ന് പറഞ്ഞിട്ടാണ് നിന്ന് നോക്കുന്നത്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ സ്ക്രേപ്പ് ചെയ്താലോ നമ്മളെ ആ ഒരു ക്രംസ്, ആ ഒരു കേക്കിൻ്റെ സ്പഞ്ച് പുറത്തോട്ടേക്ക് വീണ്ടും തള്ളി നിൽക്കും. അപ്പോൾ ആ കട്ട് ചെയ്യേണ്ട ആളെ കട്ട് ചെയ്ത് തന്നെ കളയണം. ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് എടുത്തതിന് ശേഷം എവിടെയെങ്കിലും ചെറുതായിട്ട് ബൾജ് ചെയ്ത് പുറത്തോട്ടേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അതിനൊരു മടിയോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. എന്നെപ്പോലെ മടിയൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചില കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരുന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെവലായിക്കോളും. ഇപ്പോൾ ഇത് നോക്കിയേ, നമുക്ക് ഈ പാലറ്റ് നൈഫ് നിർബന്ധമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു തവണ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത പാടെ ഞാൻ അത് ഒഴിവാക്കി. എന്നിട്ട് ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് സ്ക്രൈപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ക്രൈപ്പർ എന്ന് പറഞ്ഞാൽ ഇതേതാ സാധനം നിങ്ങൾക്കറിയില്ലേ? ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് അവർ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മുടെ മൊബൈൽ കവറില്ലേ, സ്ക്രീൻ കാർഡ്, അതിനുണ്ടാവുന്ന കവറാണ്. അപ്പോൾ ആ മൊബൈൽ ഷോപ്പിൽ ഇവരിത് വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. എന്നാലും നമ്മളത് എടുത്തിട്ട് ഉപകാരപ്പെടുത്തുന്ന കാര്യം എന്താ ഓർത്ത് നോക്കിക്കൂടെ? അപ്പം ഫ്രീ ആയിട്ടുള്ള സ്ക്രീപ്പറും കിട്ടി. കാരണം ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള 2 സ്ക്രീപ്പറും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ചെറിയൊരു ലൈൻസ് പോലത്തെ ഒരു സംഭവം അതിലുള്ളത് കൊണ്ട് എങ്ങനെ സ്ക്രേപ്പ് ചെയ്താലും ഒന്നിൽ ഒരു രസം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ക്രേപ്പർ പലതാണ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കണ്ണൂർ HBA ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഡിസ്കഷനും മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിക്ഷാൻ്റെ തൊട്ട് മുൻപിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരാൾ തപ്പി വായിച്ച് പഠിക്കുന്നുണ്ട്. നോക്കി പഠിച്ചു കഴിഞ്ഞെങ്കിൽ എക്സാം പേപ്പർ തരായിരുന്നു. ഷെമി അപ്പം നമ്മൾ കുറേ തമാശകളൊക്കെ പറഞ്ഞു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടണ്ടേ. അപ്പോൾ ഷെമീസും പിന്നെ ഹൃദയമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അപ്പോൾ ഹൃദയച്ചിൻ്റേത് കുറേ തമാശയൊക്കെ പറഞ്ഞു. അയ്യോ വീഡിയോ എടുക്കലാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോസ് എടുക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് 2 പേരെയും ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടും. പിന്നെ
കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് അടിപൊളി ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റൈസും ഒരു സ്പെഷ്യൽ റൈസായിട്ട് തോന്നി കേട്ടോ. മന്തി റൈസാണ്, പക്ഷെ മന്തിയുടെ ആ ഒരു ഫ്ലേവറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല തിക്കായിട്ടുള്ള മാംഗോ ഷേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് ഇടേണ്ട വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു. അവർക്ക് ഷോർട്സിൽ ഇടാനുള്ളതും ഇൻസ്റ്റയിൽ ഇടാനുള്ളതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ മുന്നിലുള്ള ഷോപ്പാണ്. അത്യാവശ്യം നല്ല ഒരു ഷോപ്പാട്ടോ. ഗ്രില്ലെക്സ് എന്നാണ് പേര്. അപ്പോൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴാട്ടോ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിക്ഷാൻ്റെ നേരെ താഴെയുള്ള പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടേക്ക് സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ച് പോയി. പിന്നെ കുറച്ച് സമയം നമ്മളധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഉള്ള ടോക്കിംഗ് ആയിക്കോട്ടെ, നമ്മൾ വന്ന അത്യാവശ്യ കാര്യങ്ങളായിക്കോട്ടെ, ഏകദേശം വിചാരിച്ചതുപോലെ എല്ലാം സക്സസ് ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് പോകണം. അതിന് ശേഷം വണ്ടിയിൽ കയറിയപ്പോഴാണ് ഷെമീസിന് ഇൻസ്റ്റയിൽ വീഡിയോസ് എടുക്കണം, എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്ലാസ വഴി നമ്മൾ മുനീശ്വരം കോഴിയിൽ ആ ഒരു വഴിയിലോട്ടാട്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണൂരാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഞാനും കണ്ണൂർക്കാരിയാണല്ലോ. അപ്പോൾ കണ്ണൂർ ആണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് സമയത്ത് ഡ്രൈവിങ്ങിൻ്റെയും പുറത്തേത്തെ കാഴ്ചകളും അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് കുറേ ദിവസമായിട്ട് എൻ്റെ ബ്രദർ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അവൻ കുറച്ചൊന്ന് ചുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് മലേഷ്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൻ മലേഷ്യയിൽ നിന്ന് വന്നതിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും പിന്നെ അവൻക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുന്ന കേട്ടോ. നമ്മുടെ ഈ നാട്ടിൽ ഗാന്ധിയുടെ ഫോട്ടോ ആണെങ്കിൽ അവിടെ ഈ ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള നോട്ട്സാണ് കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ മലേഷ്യൻ്റെ വേറെ ഏതൊക്കെയോ സ്ഥലത്തൊക്കെ ഉള്ള ക്യാഷ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് ചോക്ലേറ്റ്സും അതിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് കാണിച്ചിട്ടുള്ളത് വീണ്ടും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുന്നതാണ്. ഈ ഫോട്ടോ പ്രിൻറ്റ് എങ്ങനെയാണ് ഇത്രയും ഫോട്ടോ പ്രിൻറ്റ് എടുത്ത് വെക്കുന്നത്, എന്തിനാണ് ഇത്രയും ഫോട്ടോ പ്രിൻറ്റ് എടുത്ത് വെക്കുന്നത്? ഒരുപാട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 ഫോട്ടോ പ്രിൻ്റ് അല്ല ഞാൻ വാങ്ങിക്കൊണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോസ് പ്രിൻ്റ് അതായത് എടുത്തിട്ട് അത് കേക്ക് ഷോപ്പിലേക്ക് ഓരോ സൈസസ് പറഞ്ഞു കൊടുത്ത് അത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഓൾറെഡി വെക്കാറുണ്ട്. എന്നിട്ട് കസ്റ്റമേഴ്സിനോട് താല്പര്യം ചോദിക്കും, ഈ ഒരു ഡിസൈൻ ചെയ്ത് തരണോ? അവർക്ക് താല്പര്യം പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കും. ചില ആൾക്കാരോട് അങ്ങോട്ട് പറയും ഇന്ന ഡിസൈൻ ചെയ്യട്ടെ, ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്യട്ടെ. അല്ലെങ്കിൽ ചോദിക്കും കുട്ടിക്ക് എത്ര വയസ്സ്, കുട്ടിക്ക് ഏത് കാർട്ടൂൺ തീമിനാണ് ഇഷ്ടം, അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത്. ആ ഒരു ഷീറ്റ് ചെറിയൊരു ഷീറ്റിനാണെങ്കിൽ 50 രൂപയും വലിയ ഷീറ്റിനാണെങ്കിൽ 100 രൂപയാട്ടോ വരുന്നത്. അങ്ങനെ ഒരു 10, 800 രൂപ, 900 രൂപയുടെ ഷീറ്റ്സ് ഞാൻ ഒരുമിച്ചിട്ട് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം അത് കഴിഞ്ഞു കഴിയാറായിട്ടാ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ക്രീം ഭയങ്കര ലൂസാക്കിയിട്ട് എടുക്കണോ അല്ല തിക്കായിട്ടുള്ള ഐസിങ് ചെയ്യുന്ന അതേ ലെവലിലുള്ള ക്രീം തന്നെയാണോ എടുക്കേണ്ടത്? ഇതൊരിക്കലും നമ്മൾ ഐസിങ് ചെയ്യുന്ന രീതിയിലുള്ള ക്രീം അല്ല എടുക്കേണ്ടത്. ഒന്ന് സോഫ്റ്റാക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ആ ഒരു ക്രീമിനെ വേണം നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലെ കമൻസിലായിക്കോട്ടെ ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു കമൻസ് ഫുള്ള് നമ്മൾ റിപ്ലൈ കുറച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയും. പക്ഷെ ടൈപ്പ് ചെയ്ത് പറയുന്നതിനും ഒരു പരിധി ഉള്ളതുകൊണ്ടാണ് ഇത് വീഡിയോസിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലൂസ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ആ ഒരു ലൂസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാണ്ട് എയർ ബബിൾസ് കയറിയിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ആ ഒരു ഡിസൈൻ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്രീം കുറച്ച് ലൂസാക്കി എടുക്കണം. പിന്നെ കുറേ കളേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്? പൈപ്പിംഗ് ബാഗ് കുറേ എടുക്കണ്ടേ? നമ്മൾ പൈപ്പിംഗ് ബാഗ് കുറേ എടുക്കാത്ത ഡിസൈൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ക്രീമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാലറ്റ് നൈഫിലോ സ്ക്രേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ സെറ്റാക്കി വെക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പാലറ്റ് നൈഫ് ഡിസൈൻ ചെയ്യുന്നത് സമയത്ത് എങ്ങനെയാണ് ഇത്
അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ എൻ്റെ കസിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വീട്ടിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോകേണ്ട കേക്കിൻ്റെതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും നിങ്ങൾ ചോദ്യത്തിന് കണക്കായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കട്ടിയാക്കിയിട്ട് കുറച്ചും കൂടെ വലിയ പാലറ്റ് നൈഫിൽ, വലുതല്ല, ഒരു ചെറിയൊരു പാലറ്റ് നൈഫിൽ യെല്ലോ കളർ കൊടുത്തു. പിന്നെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള പാലറ്റ് നൈഫ് ഉണ്ടായിരുന്നു. ആ പാലറ്റ് നൈഫിനെ കൊണ്ട് ജസ്റ്റ് ലൈൻസ് രീതിയിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് 4ഉം 5ഉം പൈപ്പിംഗ് ബാഗ് എടുക്കേണ്ടി വരും ഈ ഒരു ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഓരോ ലൈൻസ് കൊടുത്തിട്ട് അതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ച് തന്നെ ഫുള്ളായിട്ട് സ്ക്രീപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ മുകളിൽ ഒന്നിക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ലൈൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പാലറ്റ് നൈഫ് നേരത്തെ ആ യെല്ലോ വരച്ചിട്ടുള്ള പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഓൺ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജോ കമൻസോ ചെയ്താൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.